പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത ആയുർവേദ മരുന്നുകളുടെ ശേഖരമൊരുക്കി വ്യത്യസ്തമാവുകയാണ് സോമതിരം ആയുർവേദ ഗ്രൂപ്പ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ആയുർ ഫെസ്റ്റിലാണ് സോമതിരം ഗ്രൂപ്പ് സ്വന്തമായി കൃഷി ചെയ്തെടുത്ത മരുന്നുകളുടെയും മരുന്ന് ചെടികളുടെയും പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മലയാളിക്ക് ആയുർവേദം പ്രിയപ്പെട്ടതായിരുന്നു. പിന്നീടൊന്നോ അത് വിദേശികൾക്ക് മാത്രം സ്വന്തമായി. കാലങ്ങൾക്കിപ്പുറം വീണ്ടും നമ്മൾ പഴമയിലേക്ക് മടങ്ങിപ്പോകുന്നു. അത്തരമൊരു യാത്രയിൽ ഈ തലമുറ ആയുർവേദത്തെക്കുറിച്ച് അറിയുന്നത് നല്ലതു തന്നെ. അതിനായാണ് തിരുവനന്തപുരത്ത് ആയുർ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയുർവേദ ചികിത്സക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ശേഖരമാണ് സോമതീരം ആയുർവേദ ഗ്രൂപ്പ് ഫെസ്റ്റിനായി ഒരുക്കിയിരിക്കുന്നത്. 100-ലധികം മരുന്നു ചെടികളുടെ പ്രദർശനവും ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ട്. 200ഓളം അപൂർവമായിട്ടുള്ള ഔഷധ സസ്യങ്ങളുടെ ഒരു ശേഖരം ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതും പൊതുജനങ്ങൾ അധികം കണ്ടിട്ടില്ലാത്തതാണ്. നമ്മൾ കേട്ട് കേൾവി മാത്രമായിട്ടുള്ള പല സസ്യങ്ങളും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു പണ്ട് കാലത്തെ ആയുർവേദ മരുന്ന് കടകളിൽ ആയുർവേദ മരുന്നുകൾ സൂക്ഷിച്ചിരുന്നതും അത് വിട്ടിരുന്നതും എങ്ങനെയാണെന്നും അതിൻ്റെ ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ സംഭവത്തിലാണ് അത് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ പോലൊരു സംഭവം ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പബ്ലിക് അധികം കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ്. വിവിധ ആയുർവേദ കോളേജുകളും സംഘടനകളും ചേർന്ന് സൗജന്യ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഏപ്രിൽ 15 വരെയാണ് ഫെസ്റ്റ് നടക്കുക. ചികിത്സയ്ക്കായി എല്ലാവരും ആയുർവേദത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം തോട്ടത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന ആയുർവേദ മരുന്നുകളുടെ ശേഖരമൊരുക്കി വ്യത്യസ്തമാവുകയാണ് ഈ ആയുർ ഫെസ്റ്റിൽ സോമതീരം ആയുർവേദിക് റിസോർട്ട്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ വിനോദ് അഭിരാമിക്കൊപ്പം അഖില കൃഷ്ണൻ, ജീവൻ ന്യൂസ്.